പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു പാകിസ്ഥാനി സംഗീതജ്ഞനുമായിട്ട് കൂട്ടുകൂടി വന്നല്ലോ. തീർച്ചയായിട്ടും. ഗൾഫിൽ എത്തുന്നത് ഗൾഫിൽ ഞാൻ കുറഞ്ഞ വർഷമാണ് നിന്നിട്ടുള്ളൂ. പക്ഷേ അത് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒബറോയിൽ വർക്ക് ചെയ്തിരുന്നു. അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗീതത്തോട് കിട്ടിയുള്ള ഒരു ജോലിയാണത്. അസ്മാമാക്കി കിട്ടിയ ഒരു ജോലിയാണ്. അവിടെ ഇങ്ങനെ റെസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് കോടി പടി ഇറങ്ങി പോകുമ്പോൾ ആരോ ഒരു പാട്ട് പാടുന്നു. അപ്പം ഞാൻ അതിനോട് അനുസരിച്ചിട്ട് വെറുതെ ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ ഇതാണ് അതിൻ്റെ മുകളിൽ താളം പിടിച്ചിരിക്കുമ്പോൾ ആ പാടി ആസാമി അവിടെ നിന്നു ഞാൻ എത്തുന്നത് വരെ. അങ്ങനെ എന്നെ കണ്ട് പരിചയപ്പെടുത്തി അദ്ദേഹം ഇപ്പം എനിക്ക് വിളിച്ചിരുന്നു. ഞാൻ ഫോൺ ഓഫ് ആക്കിയതുകൊണ്ട് കിട്ടിയില്ല. ഷക്കീൽ കാസ്മി, അദ്ദേഹം മടിക്കേരിക്കാരനാണ്. അദ്ദേഹം ഒബ്രോയ് ഹോട്ടലിൽ ഹൗസ് സ്പീക്കിങ്ങിൻ്റെ ഹെഡാണ്. അപ്പോൾ അവരെങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞ ശേഷം പറഞ്ഞ് ഇങ്ങനെ നമുക്കിങ്ങനെ സംഗീതത്തിൽ വലിയ താല്പര്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടുതൽ പറഞ്ഞ പുള്ളി കീബോർഡൊക്കെ വായിക്കുമെന്ന് പറഞ്ഞത്. അത് അവിടെ ഹാർമോണിയം ഇല്ലല്ലോ. അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെയാണ് പിന്നെ അവരെ ഇതിലേക്കിട്ട് ഒരു ദിവസം ഞാൻ ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങുക, സുഖമില്ല, നല്ലൊരു മോശമില്ലാത്തൊരു പനി. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സെല്ലാം കൂടി വന്ന് പറഞ്ഞു നല്ലൊരു ഗസൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവിടെ. ഒരു സിറ്റിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറം മസറാം പറയും. മസറാം മീൻസ് കാരക്കത്തോട്ടം. അവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, സൗണ്ട്സൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ കേൾക്കാൻ പോകാൻ നല്ല പരിപാടി. ഞാൻ പറയുമ്പോൾ എനിക്ക് സുഖമില്ല. വാ എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു കൊടുത്തു. ഞങ്ങൾ പോകുമ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഗസൽ പ്രോഗ്രാം അവിടെ നടക്കുകയാണ്. പുള്ളി അടുത്താണ് ഈ ആസാമിനെ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് ഒരു ബില്ലാദിൻ കമ്പനി ഉണ്ടായിരുന്നു പണ്ട്, നിരോധിക്കപ്പെട്ട ഒരു കമ്പനി ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജറായിരുന്നു ഇയാളെ. ഒരു തുമ്പപ്പൂ പോലുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് കൂടെ ബാബർ എന്ന് പറഞ്ഞ ഹൈദരാബാദ് പറഞ്ഞ ഒരു തബ്ല പ്ലെയർ ഉണ്ടായിരുന്നു. അതെ. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുന്നത് അവിടെ നേരത്തെ ഒരു 10 മണിക്ക് ശേഷം പോകാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഒരു 11:30 മണിക്ക് അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇൻ്റർവെല്. ആ സമയത്ത് ചായ പിടിക്കാൻ വേണ്ടി എൻ്റെ തൊട്ടടുത്തിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഇദ്ദേഹം ഹാർമോണിയം, നല്ലൊരു ഹാർമോണിയം ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹം വെറും കോഡ് മാത്രം പിടിച്ചിട്ടാണ് വായിക്കുന്നത്. വായിക്കാൻ അറിയില്ല, ഫോളോ ചെയ്യുന്നില്ല. കോഡ് മാത്രം പിടിച്ചിട്ടാണ് പാടിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു, എനിക്ക് ഈ ചെറുപ്പത്തിലെ ഹിന്ദി ഉറുദു ഒക്കെ നല്ല വശമാണ്. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ഇതുവരെ ഹിന്ദുസ്ഥാനിയായിട്ട് ഇങ്ങനെ ടച്ചൊന്നുമില്ല, പ്ലീസ് എന്ന് പറഞ്ഞ് അങ്ങനെ കയറി ഇരുന്ന് വായിച്ചു. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ചോദിച്ചത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് നമ്മളെ വിരൽ എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളത്. അതുപോലെ അസാധ്യ ഒരു ഹാർമോണിയം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര നല്ലൊരു ഹാർമോണിയത്തിൽ വായിക്കുന്നത്. അസാധ്യ ഒരു ഹാർമോണിയം. നമ്മളെ വിരലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് വരിക. അതായത് ചന്ദനാണത്. ചന്ദനത്തിനൂടെ നമ്മൾ തൊട്ടപ്പം നമ്മൾ മണത്തു പോകും. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അദ്ദേഹം ചോദിച്ചു നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, എൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വരാമെന്ന് പറഞ്ഞു. ഗോൾഡൻ ചാൻസ്. അപ്പോൾ എന്നെ പറഞ്ഞ് ജിദ്ദയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, കാരണം അന്ന് ഈ മദീന സിറ്റിയിൽ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വർഗ വേണം. വർഗ മീൻസ് പേപ്പർ വേണം, അവരെ സൗദിയുടെ പേപ്പർ വേണം. അതൊന്ന് പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. പോവാന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലാണ് പോയത്. അന്ന് ജിദ്ദ പോയി പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് അന്ന് തൊട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം അയാളെ കാറ് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് എന്നെ പറഞ്ഞ് ഹാർമോണിയം നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കാം, വീട് എന്നാ പറയാന്ന്, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് നിർബന്ധിച്ചു. തന്നെ അന്ന് തൊട്ടിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഒരുപാട് പ്രാവശ്യം, ഒരുപാട് നല്ലൊരു മനുഷ്യനായിരുന്നു. അതോടുകൂടിയാണ് ഞാൻ ഹിന്ദുസ്ഥാനിയിലേക്ക് പിന്നെ തോന്നുക ഇതാണ് ശരി എന്നിരുന്നു. പക്ഷേ മോശമായിട്ടല്ല, മറ്റേ കർണാട്ടിക്കൽ നല്ല ഫൗണ്ടേഷനാണ്. പക്ഷേ ഗസലിന് പ്രത്യേക ഒരു എൻ്റെ മനസ്സ് ആഗ്രഹിച്ചതാണ് മാസ്മരികതയുണ്ട്. മാസ്മരികത അതാണല്ലോ ബാവുക്ക ഇവിടെ വിജയിക്കുന്നത്. ഇപ്പോഴും ബാവുക്കൻ്റെ പാട്ടുകൾ ചെറിയ പിള്ളേർ വരെ പാടുന്നതിൻ്റെ കാരണം ഹിന്ദുസ്ഥാനിൻ്റെ മാസ്മരികമാണ്. മുംബൈക്ക് നമ്മൾ സ്മരിക്കുന്നതാണ്. ഈ ഗസൽ രാജാക്കന്മാരൊക്കെ നമ്മൾ സ്മരിക്കുന്നത് എന്താണ്? ഇതാണ്. മറ്റൊരു മോശമായിട്ടല്ല. അതിൻ്റെ പിന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ സോണി ടി വിയിലൊക്കെ നമ്മൾ ആവിർഭാവ് എന്ന് പറഞ്ഞ പയ്യൻ പാടിയിട്ട് ചെറിയ പയ്യൻ, അത് അവന് ഇവർ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ആര് എന്താ പറയുക, നമ്മളെ ജഡ്ജസ് കൊടുക്കുന്ന ഒരു കമൻസ് ഉണ്ട്, അതിലൂടെ വളരുക. അത് തന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും പാടുന്ന സമയത്ത്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ, നമ്മൾ ഗൾഫിൽ നിന്ന് പിന്നെ റിട്ടേൺ അടിക്കുന്നു. ഇവിടെ വന്നിട്ട് 6 വർഷം ഇൻസ്ട്രുമെൻ്റേ തൊട്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം പ്രോഗ്രാം ആയിരുന്നു. അതെ, ഇവിടെ വന്നതിന് ശേഷം 6 മാസം ഇൻസ്ട്രുമെൻ്റേ തൊട്ടിട്ടില്ല.
കല്യാണ പ്രോഗ്രാമൊക്കെ പല കാര്യം കുടുംബത്തിലേത് കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളായിരിക്കും, പഴയ സുഹൃത്തുക്കളൊക്കെ വായിക്കുന്നതാവും. അപ്പോൾ അതൊന്ന് വായിക്കാൻ വേണ്ടി പോവാറില്ല, തൊട്ടിട്ടില്ല. കാരണം ഒരു എന്തോ ഒരു വിരസത ഇട്ടേച്ച് പൂരാണല്ലോ, സംഗീതം ഇട്ടേച്ച് പൂരാണ് വിരസത. പിന്നെ അങ്ങനെ പല കമ്പനികളും വർക്ക് ചെയ്ത് അപ്പോഴൊക്കെ മനസ്സ് പറയുന്നത് ഇതല്ല എൻ്റെ മേഖല, ഇതല്ല എൻ്റെ മേഖല. നല്ല നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നത് ഇതല്ല എൻ്റെ മേഖല. അങ്ങനെ ഇട്ടേച്ചിട്ടാണ് ഒരു പ്രാവശ്യം. പിന്നെ റീഓപ്പണിങ് എന്താ? റീഓപ്പണിങ് എൻ്റെ മകൻ എനിക്കൊരു കീബോർഡ് അയച്ചു തന്നു. കീബോർഡ് അയച്ചു തന്നു, നിങ്ങളിത് നിർത്തണ്ട, അന്ന് കീബോർഡ് അവിടെ ഗൾഫിലൊക്കെ ഹാർമോണിയം ഉണ്ടാവില്ലല്ലോ, അയച്ചത് നിങ്ങൾ നിർത്തരുത്, ഇതിൽ വേണോ അന്ന് അയച്ചു. അന്ന് അതിൽ തുടങ്ങി. പക്ഷെ അപ്പോഴും ആ കീബോർഡിൽ ആ ഹാർമോണിയത്തിന് സുഖം കിട്ടുന്നില്ല. കീബോർഡ് വെച്ചുകൊണ്ട് എന്നോട് ഹാർമോണിയം വേറെ വാങ്ങിച്ച്, ഇതിൻ്റെ മുമ്പ് ഈ ഹാർമോണിയത്തിന് മുമ്പ് എനിക്കൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു, അത് വേറെ ആൾ ചോദിച്ചു വാങ്ങി കൊടുത്തു ഞാൻ. ഇപ്പോൾ അത് KGF ഇപ്പോൾ ഹാർമോണിയം KGF അവർ ഇപ്പോൾ ഇതാണ് എൻ്റെ ശബ്ദസഹചാരി. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിൽ പുള്ളി ഉണ്ടാവും. പിന്നെ ശിഷ്യരെ തേടി ഇറങ്ങിയോ? ശിഷ്യരെ തേടി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ലൈല എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു. അവർ ഞാനിങ്ങനെ പാട്ടിൻ്റെ ഒക്കെ അറിയാം, അവർ മീഞ്ചത്ത് തന്നെയായിരുന്നു. അവർ പറഞ്ഞിങ്ങനെ കുട്ടികൾക്ക് പഠിക്കാമെന്ന് ആഗ്രഹമുണ്ട് ജഡ്ജസിൻ്റെ ക്വാർട്ടേഴ്സിൽ, കോഴിക്കോട് ഡിസ്ട്രിക്ട് ജഡ്ജ്, കോഴിക്കോട് ജഡ്ജസിൻ്റെ ക്വാർട്ടേഴ്സിൽ അവിടെ കുറച്ച് കുട്ടികളുടെ പഠിപ്പിക്കാൻ. ഫസ്റ്റ് തുടങ്ങിയ ടിറ്റി മേഡം എന്ന് പറഞ്ഞൊരു ജഡ്ജുണ്ട്. ഇപ്പോൾ അവർ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അവരൊക്കെ ഡിസ്ട്രിക്ട് ജഡ്ജുമായി വൈപ്പ് ചെയ്യും. അവരെ മക്കൾക്ക് തുടങ്ങി, അവർ 3 മക്കൾക്ക് തുടങ്ങി. പിന്നെ അതാ വർദ്ധിച്ച് അവിടെ 14 പിള്ളേരായി. അതിലൂടെ ഇങ്ങനെ കണ്ടു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ജില്ലകൾ മാറി പോവുക. കൽപ്പറ്റ വരെ പോകുന്നുണ്ട്. ഇപ്പം കൽപ്പറ്റ പടിഞ്ഞാറത്തറ, മലപ്പുറം കോഴിക്കോട്, മലപ്പുറം വിളിച്ചിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, സാമ്പത്തികം നോക്കണമല്ലോ. റെസിഡൻഷ്യലല്ല, സ്ഥലത്തേക്ക് പോയിട്ട്. അതെ, ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളും വിളിച്ചിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇതേമാതിരി ഒരാൾ വിളിച്ചിരുന്നു. എനിക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല, എത്തിപ്പെടുന്നില്ല. പിന്നെ ഇതാ ഇപ്പോൾ ഫറോക്കിൽ ഇപ്പോഴത്തെ ഒരാഴ്ച മുമ്പ് ഫറോക്കിൽ KGF എനിക്ക് തന്നെ ഒരു ആ സമയം പൊന്നാടെ അയച്ചിരുന്നു. അദ്ദേഹം വിളിച്ചപ്പോൾ അവർക്ക് പഠിക്കുന്നത് ഇപ്പോൾ 3-4 പേരുണ്ട് ഇപ്പോൾ അവിടെ. പിന്നെ കൽപ്പറ്റ ഉണ്ട്, പടിഞ്ഞാറത്തറ വന്നിട്ട് ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പോൾ അപ്പോഴേക്കാണ് ഈ ഇത് വന്നത്, എന്താണ് ചൂരൽമലയിൽ ഈ പ്രശ്നം. പിന്നെ അത് കൽപ്പറ്റ മാസത്തിൽ 2 പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്റ്റുഡൻസ്. പിന്നെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് തെറ്റി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ശിഷ്യയുടെ ഒരു ഗാനത്തിലേക്ക് പോകല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ റൈഹയുടെ ഗാനത്തിലേക്ക് പോകും അല്ലേ? റൈഹയുടെ ഗാനം കേൾക്കാം. അത് റൈഹ പാടുന്നത് പാട്ട് അഴലിൻ്റെ ആഴങ്ങളിൽ. അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് പാടിയിരിക്കുന്ന ആളെ പേര് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു ഗൾഫിൽ പ്രോഗ്രാം പോയ സമയത്ത് ഷാർജയിൽ പ്രോഗ്രാം പോയ സമയത്ത് അവിടെ മാമുക്കോയ എല്ലാം ഉണ്ട്, നമ്മളെ നെയ്ബറാണ് മാമുക്കോയ. അദ്ദേഹമൊക്കെ അവിടെ റൂമിലുണ്ട്. അപ്പോൾ ഒരാൾ എന്നെ മാമുക്കനെ പരിചയപ്പെടുത്താൻ, അപ്പോൾ ഞാൻ വളരെ ഏറ്റവും അടുത്ത ക്ലോസാണ് മാമുക്ക ഞാനായിട്ട്. അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ അവരെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറയാം അവിടെ വരണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ ആളൊരു ഫാമിലി പാസ് തന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരാൾ പാടിന് കുറച്ച് നേരി താടി വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒരു തമിഴ് ഗായകനാണ് അദ്ദേഹം. ഈ പാട്ട് അതിമനോഹരമായി പാടി. അതിനുശേഷമാണ് ഈ പാട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, എൻ്റെ സ്റ്റുഡൻസിന് പഠിപ്പിക്കാൻ തുടങ്ങിയത്. മനോഹരമായ അതിൻ്റെ ആഴങ്ങളിൽ വല്ലാതൊരു നല്ല ഭാവങ്ങളുള്ള പാടാണ് അത്. ഈ റൈഹ നന്നായി പാടും, അവർ പാടട്ടെ. ഓക്കെ. ഞാൻ മാത്രമാ
അതിൻ്റെ ആഴങ്ങളിലെ ആ ഫീല് നമ്മളെ കോരിത്തരിപ്പിച്ച. തീർച്ചയായിട്ടും. പിന്നെ അടുത്ത ഇത് വരുന്നത് എന്തോ ഓർത്തോ ഡോക്ടർ ശ്രീനിവാസൻ എന്തോന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ഓർമ്മിച്ചു അതൊക്കെ ഞാൻ അന്വേഷിക്കും. അപ്പോൾ അത് വലിയൊരു രസം തന്നെ പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിൽ നിന്ന് വെള്ളം നനയ്ക്കാൻ വേണ്ടി കിടന്ന് നനച്ചിട്ട് വാർത്തിട്ട സാധനം നനയ്ക്കാൻ വേണ്ടി കയറിയപ്പോൾ കോണി ഒന്ന് ചിരിഞ്ഞു പോയി. ഞാൻ ചാടിക്കളഞ്ഞത്. അങ്ങോട്ട് തീർന്നാൽ ഞാൻ ഉണ്ടാവില്ല. ഇങ്ങോട്ട് ചാടിയപ്പോൾ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഷേക്ക് വന്നു. അങ്ങനെ വിളവരെല്ലാം കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കോയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ശ്രീനിവാസനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ജോലി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മ്യൂസിഷ്യനാണ്. തന്നെ മ്യൂസിഷ്യനാണ്. എന്നോട് ചോദിച്ചു ഗസൽ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു ഐ ആം എ ഗസൽ സിംഗർ തന്നെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അതേ പറഞ്ഞു താറാറൊന്നുമില്ല, നമുക്ക് ഓപ്പറേഷനൊന്നും വേണ്ട, ചെറിയ കമ്പി ഇട്ടാൽ മതി, ഇവിടെ ചെറിയ കമ്പി കാലിൻ്റെ പാദൻ്റെ കമ്പി ഇട്ടാൽ മതി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വരാൻ വേണ്ടി പറയുന്നത്. ചെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പി എടുക്കണം. അപ്പം മെല്ലെ പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ് അദ്ദേഹം ചോദ്യമുണ്ട്, അല്ല അന്ന് പറഞ്ഞൊരു ഗസൽ കാലില്ലേ ചുക്കേ 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 എന്നുള്ള, അതെ അതിൻ്റെ ഒരു ബാക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ ചുറ്റും സിസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട്, ഞാൻ അറിയാതെ പാടിപ്പോയി. അതിലിട്ടൊക്കെ അവർ വലിച്ചു സുഖമായിട്ട് പോയി ചെയ്ത്. അതിന് ശേഷം 2 മാസം വീട്ടിൽ റെസ്റ്റ് ഉണ്ടാണ്. ആ സമയത്താണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ അന്ന് കിടന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് പല വരികൾ എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ വരികളും ഞാൻ സ്വന്തം എഴുതിയല്ലേ, 14 വരികളോ മറ്റേ എഴുതിയിട്ടുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഒരു വരികൾ എനിക്ക് ഒരു ഓർമ്മയിലുണ്ട്. അത് സ്വന്തം സൃഷ്ടി അത് ഞാൻ ആഹിർബരി രാഗത്തിൽ കമ്പോസ് ചെയ്തു. പക്ഷേ വേറെ നോട്ടിലേക്ക് വേറെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രസം എന്താന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പ്രണയം തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ വിരഹം ദുഃഖം. ഇതില് ഈ പ്രണയിനിയെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാത്ത അജ്ഞാതയായ കാമുകിയാണ് ഞാൻ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. വലിയ കൺസെപ്റ്റാണ്. ആഖിർ പരിപാടിയിലാക്കി പുഷ്പങ്ങളെയും പ്രകൃതിയെയും വല്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പുഷ്പത്തെ ഒന്ന് തൊട്ടു നോക്കുകയാണ്. ഇങ്ങനെ അത്രയും പറിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഇല്ല. ഇവിടെ നിൽക്കുന്ന പുഷ്പത്തിന് മലരിൻ്റെ എന്നെ തഴുകി തലോടി നടന്നു പോയി ഇളം തന്നലായി കടന്നു പോയി സുഗന്ധവുമായി. എവിടേക്ക് പോയി തിരിഞ്ഞ് ഞാൻ നോക്കവേ, ഞൊടിയിടയിൽ നീ മറഞ്ഞതെങ്ങോ, ഞൊടിയിടയിൽ നീ മറഞ്ഞതെങ്ങോ. കാണാൻ വേണ്ടി അങ്ങനെ പിന്നെ അദ്ദേഹം പോയി നോക്കുകയാണ്. പലകുറി ഞാനാ
ഓർക്കുന്നു ഇന്നലെ എന്ന പോൽ കുരുങ്ങിയതോർക്കുന്നു ഇന്നലെ എന്ന പോൽ. ഈ രാഗത്തിൽ ഒരിക്കലും വരാന്ത പാടില്ലാത്ത ഒരു നോട്ട്. നോട്ട് കൊടുത്ത് എങ്ങനെ പലകുറി ഞാനാ വിജനമാം വീഥിയിൽ പകലിൻ മയക്കത്തിൽ നടന്നിടവേ ഒരു കുറി സുഖത്തിനും വേണ്ടി ചെയ്യുന്നതാണ്. സുഗന്ധം സുഗന്ധം ഭാരം. ബാക്കിയുണ്ട്, അതിന് പാടാനുള്ള സമയമില്ല അവർ. അല്ല, ഇത് പ്രത്യേകിച്ച് ഗസൽ ലോകത്ത് വിരഹിക്കുന്ന ഒരാൾ. അതെ, അതിൽ നിന്ന് ശരിക്കും ആ വാക്ക് പറയുമ്പോൾ തന്നെ അദ്ദേഹം തീരെ കണ്ടിട്ടില്ല എന്നുകൂടി വരും. എങ്ങനെയാണെന്ന് അറിയോ? വിരഹം ഗായകൻ തന്നെ വിരഹത്തിലേക്ക്. അതെ, തീർച്ചയായിട്ടും. പ്രിയ സഖി നീ ആരെന്നറിയുകില്ലെങ്കിലും പ്രണയിനിയായി ഞാൻ നിലച്ചിടുന്നു. നിദ്രയിൽ നിന്നെന്നെ ഉണർത്തും നിൻ വിരലുകൾ. നിദ്രയിൽ നിന്നെന്നെ ഉണർത്തും നിൻ വിരലുകൾ. മുദ്രയാൽ എന്തോ പറഞ്ഞിരുന്നു. മുദ്രയാൽ എന്തോ പറഞ്ഞിരുന്നു. എന്നിട്ട് ചൊല്ലിടട്ടെ ഞാൻ ഹൃദയത്തിനോടാ. ചൊല്ലിടട്ടെ ഞാൻ ഹൃദയത്തിനോടാ. ചൊല്ലുന്നുണ്ടവൾക്കെന്നെ ഇഷ്ടമെന്ന്. ചൊല്ലുന്നുണ്ടവൾക്കെന്നെ ഇഷ്ടമെന്ന്. ോട് തന്നെ പറയാണ്. അതെ അതെ, അതാണ് നേരത്തെ പറഞ്ഞത്. വല്ലാത്ത കൺസെപ്റ്റാണ്. അത് സുഖമില്ലാതിരിക്കല്ലേ എപ്പോഴൊക്കെ വരികളൊക്കെ വരുള്ളൂ. അതല്ല, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വലയത്തിൽ, മാസ്മരിക വലയത്തിൽ പെട്ട് കഴിഞ്ഞാൽ സംഗീതമേ ലോകം. സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതെ അതെ, ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സംഗീതം ശിഷ്യഗണങ്ങൾ. അതെ, വേറൊരു ലോകം സാറിന് ലോകമില്ല. ഇല്ല, പ്രോഗ്രാംസ്. മറ്റൊരു തമിഴ് ഗാനം, നമ്മളിതിൽ തമിഴ് ഗാനം ഇതിലേക്ക് പാടിയിട്ടില്ല. ആ തമിഴ് ഗാനം ഇത് മനോഹരമായൊരു ഗാനമാണിത്. ഇത് ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ ഗാനം. പടം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സീനിൽ മമ്മൂട്ടിയാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ എല്ലാത്തിലും, എല്ലാ വരികളിലും ലാസ്റ്റ് വരുന്നത് ല ല ലെറ്റർ ല. കല്യാണത്തെ നില കാക്കാതവാനില. അങ്ങനെ എല്ലാത്തിൻ്റെയും വരികളിലെ അവസാനം എൻ്റെ വരെ ലായിലാണ് അവസാനിക്കുന്നത്. മനോഹരമായൊരു റൈറ്റിങ് ഇതാണ്, ലിറിക്സാണത്. അത് പാടാൻ വേണ്ടിയിട്ട് എൻ്റെ ശിഷ്യ അമ്പിളിയാൻ ക്ഷണിക്കുകയാണ്. ഓ അമ്പിളി, മോസ്റ്റ് വെൽക്കം. കൈച്ചാടപ്പാൽ നിലാ
സ്റ്റേജ് പ്രോഗ്രാംസ് ഇപ്പോഴുണ്ടോ? ഇവരെയൊക്കെ അതേമാതിരി ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നല്ലൊരു ഗായികന്മാരാക്കി പേരെടുക്കണമെന്ന് ശിഷ്യഗണങ്ങളെ കൊണ്ടുപോയി എനിക്ക് ഭയങ്കര ആശയമുണ്ട്. മാത്രമല്ല ശിഷ്യരിൽ വളരെ പ്രമുഖരും ഉണ്ടെന്ന് അത് പറയണ്ടായി. ഉണ്ട് തീർച്ചയായിട്ടും. അതെ, എങ്ങനെയാണ് അവരിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് എത്തിപ്പെടുന്നത്? അവരിതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞ പല പ്രമുഖരെന്ന് പറഞ്ഞാലും ശിഷ്യരെന്ന് പറഞ്ഞാലും അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രോട്ടോക്കോൾ നിയമം എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. ഡിസ്ട്രിക്ട് ജഡ്ജി ബൈജു സാറ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇതുണ്ടല്ലോ, നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ മേധാവിയായിട്ടിരുന്നുണ്ട് ഡോക്ടർ സരിത. പിന്നെ മറ്റൊരു മികച്ചനായ ഡോക്ടർ ശിവരാമൻ. അതിനേക്കാളും ഈ രീതിയിൽ പിന്നെ മികച്ചന്മാരിൽ തന്നെ കേരളത്തിലെ നമ്പർ 1 കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ കുര്യാക്കോസ്. അദ്ദേഹം എൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യക്കും. അദ്ദേഹം KMCT റിട്ടയർഡായിട്ട് പിന്നെയും ഗവൺമെൻറ് നീട്ടിക്കൊടുത്ത് പിന്നെ KMCT പോയതിന് ശേഷം പിന്നെ ക്ലാസ് നിന്നുപോയി ഓട്ടോമാറ്റിക്കലായിട്ട്. അതൊക്കെ വലിയ ഇതെൻ്റെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ഒരു പരിഗണനയല്ലേ. പിന്നെ വലിയ പരിഗണന ഇതെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റൊരു ഇതെന്താ, ഈ സംഗീതത്തെ പറ്റിയുള്ള മറ്റൊരു കൺസെപ്റ്റ് എന്തെങ്കിലും കാണുന്നുണ്ടായാൽ, ഒരു ദിവസം ഡോക്ടർ മെഹ്റൂഫ് രാജ് അറിയാലോ, പ്രമുഖനായ വികസനനാണ്, സംഗീതജ്ഞനാണ്. ആ സംഗീതത്തെ പറ്റി അപാര പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം. അപാര പാണ്ഡിത്യമുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ തന്നെ വായിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, സൈനുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലുണ്ട് ലോക്ഷെയർ എന്ന അവിടെ NM സലീം എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടെങ്കിൽ പ്രമുഖനായ ഫേമസ് ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നിട്ട് ഒരു കാലും കൈയും ഇതായിപ്പോയി, പിന്നെ വോയിസ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിന് പല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ലോണം പാടും, കീബോർഡ് കുറേശ്ശെ വായിക്കും. അപ്പം നമുക്ക് അദ്ദേഹത്തെ സംഗീതത്തിലൂടെ ഒന്നും പാടാനുള്ള ഇതുണ്ടാക്കി കഴിഞ്ഞാലും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം സാർ എന്നാണ്. പോയി വന്ന് അവിടെ 2 മാസമായി കിടക്കുന്ന സമയത്ത് അല്ല, ഇപ്പോൾ വളരെ അടുത്ത് അതേ സുഖമില്ലായിരുന്നു. അങ്ങനെ പോയി വന്നപ്പോൾ 2 മാസം അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേശ്ശെ പാടാൻ തുടങ്ങി. ഇപ്പം ആഴ്ചക്ക് 3 ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോകുന്നു. ഇന്നലെയും പോയിരുന്നു. സുഹാന സഫൽ ഔർ യമോസം ഹസി. സംഗീതം ഒരു മെഡിസിനാണ്. സംഗീതം മെഡിസിനാണ്. അത് പാടുന്നു അദ്ദേഹം. പക്ഷേ വേറെ വാക്കുകളൊന്നുമില്ല, വരുന്നില്ല. എന്നെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് സംഗീതത്തിന്. അദ്ദേഹത്തിൻ്റെ വൈഫും പാടൂട്ടാ. പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്, പറയാൻ പറ്റുമെന്നുള്ള ഈ വേദിയിൽ പറയാൻ പറ്റുമെന്നല്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കീഴിൽ കീബോർഡ് പഠിക്കുന്നു. അവരൊരു ഗോവക്കാരിയാണ്. കണ്ടാ, അതിൽ കൂടെ എനിക്ക് ഒരുപാട് ഇതുമുണ്ട്. എന്താ പറയുക, വല്ലാത്തൊരു എന്താ പറയുക, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സംഗീതത്തിന് വേണ്ടി മാത്രമല്ലല്ലോ അവിടെ പോകുന്നത്, ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നത് NM സലീം. അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ പറ്റിയാൽ അത് പിന്നെ മ്യൂസിക് തെറാപ്പി. ഓക്കെ, അതും അതിൽ മെഹ്റൂഫ് രാജിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ തന്നെ വായിക്കാറുണ്ട്. പിന്നെ ഒരു സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, അവരെ കൂട്ടത്തിൽ. ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പിൽ ഞാൻ വായിക്കുന്നുണ്ട്. ആരെയും ഒരു സ്ഥലത്തേക്കും തേടി പോവാറില്ല. എല്ലാവരും നമുക്ക് ചാൻസ് ഇങ്ങോട്ട് വരും. നമ്മളൊക്കെ അല്ല, അത് തന്നെയാണ് എന്നെ തേടി വന്നതാണ്, ഞാൻ അങ്ങോട്ട് വന്നതല്ല. അതെ, ഒരു സംഗീതജ്ഞൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും ക്വാളിറ്റി അല്ല. ഈ ഗസൽ രാജാക്കന്മാരൊക്കെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ നമ്മളൊന്നും അല്ല. നമ്മൾ ചെയ്യുന്ന സംഗതിയിലുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അതേപോലെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഒരു പാട്ട് കൂടി വേണം. ലതാ മങ്കേഷ്കർ, മറക്കാൻ പറ്റാത്ത വ്യക്തിത്വം അല്ലേ. വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി. അവരുടെ പ്രായം നോക്കുക, സ്വരം നോക്കുക. അപ്പോൾ ആ ഗായികയുടെ ഒരു ഗാനം എൻ്റെ ചെറിയ കുഞ്ഞ് സ്റ്റുഡൻറ്റ് സമ ഒന്ന് പാടുകയാണ്. ഓക്കെ സമ, വെൽക്കം. शायद फिर इस जन्म में मुलाकात
ഈ സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞല്ലോ. അതെ 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 സ്റ്റുഡൻസിൻ്റെ അളവ് കൂടി വരുന്ന തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. പിന്നെ ഒരു മൗത്ത് ടോക്കും കൂടെ പോകുന്നുണ്ട് ക്ലാസ്സിനെ പറ്റിയിട്ട്, എൻ്റെ ക്ലാസ്സിനെ പറ്റി മൗത്ത് ടോക്ക്. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അതിൻ്റെ ഒരു അനുകൂല ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് മറ്റൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, എൻ്റെ കൂടെ തബല വായിക്കുന്ന സലീം. അതെ, വളരെ മനോഹരമായി വായിക്കുന്ന ആളാണ്. ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരനാണ്. വലിയ ചിരിയും കളിയൊന്നും ഉണ്ടാവില്ല. ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരനാണ് പുള്ളി. സലീം ഫറൂഖ്, കെ ടി സലീം നന്നായി വായിക്കുന്നതാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡാണ്, നല്ല പഞ്ചിങ് ആണ്, നല്ല വെയിറ്റാണ്, പ്ലേയിങ്ങൊക്കെ നല്ല വെയിറ്റാണ്. പിന്നെ ഈ തബല പ്ലെയറിന് വേണ്ട എന്താ പറയുക, ഹാർമോണിസ്റ്റിൻ്റെ കൂടെ വായിക്കുന്നത്. നമ്മൾ ഒറിജിനൽ BGM ഒരിക്കലും വായിക്കാറില്ല, വല്ലപ്പോഴും വായിക്കും എന്നല്ലാതെ. അപ്പോൾ എന്തെങ്കിലും വായിക്കുമ്പോൾ, മനോധർമ്മം വായിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കൈ പോകണം. അത് കറക്റ്റായിട്ട് കാലി സെമ്മിൽ, അതാണല്ലോ മെയിനായിട്ട്, കാലി സെമ്മിൽ കറക്റ്റായിട്ട് വന്ന് വീഴും. ഇനിയും നമ്മൾ കൂടിച്ചേരാനുണ്ട് ഒരുപാട്. അപ്പോൾ സഹചാരിയായിട്ട് എടുക്കുന്ന അഭിനന്ദനം അദ്ദേഹത്തിന്. ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി നമ്മൾ ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു, കൂടെ വായിക്കുന്ന ആളെ പറ്റി പറഞ്ഞു. ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഫാമിലി, ഭാര്യ, 3 മക്കൾ. അപ്പം മക്കളെല്ലാവരും കല്യാണം കഴിഞ്ഞു, അവർ സ്വന്തമായിട്ട് വീട് താമസിക്കുന്നു. പിന്നെ മക്കളാരെങ്കിലും പാടുന്നവരുണ്ടോ? ഇല്ല, ദൈവം സഹായിച്ചിട്ട് അങ്ങനത്തെ അബദ്ധങ്ങളും അവർ ചെയ്യുന്നില്ല. പിന്നെ ഒരു മകൾ താമസിക്കുന്നത് ടാഗോറിൻ്റെ അടുത്താണ്, ഒരു മകൾ താമസിക്കുക അരീക്കാട്ടാണ്. വൈഫ്, ഞാൻ രാവിലെ പോയാൽ രാത്രി 10-10:30 മണി വരെ ട്യൂഷനൊക്കെ പോയാൽ. അതെ, ട്യൂഷൻ പോയാൽ. അപ്പം വൈഫ് അവരടുത്താണ് നിൽക്കുക. കുറച്ച് ദിവസം വളരത്ത് രാത്രി എങ്ങനെയായാലും ഞാൻ വീട്ടിൽ പോയിട്ട് കിടക്കുകയുള്ളൂ. എനിക്ക് വീട്ടിൽ പോയി കിടക്കണം രാത്രി. ഈ ഹാർമോണിയം അവിടെ ഉണ്ടാവുമല്ലോ, അവിടെ പോയി കിടക്കണം. എനിക്ക് നമ്മുടെ വീടാണ്, വലിയൊരു വീടാണ്, 4-5 ബെഡ്റൂമൊക്കെ ഉള്ള വലിയ വീടാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണം. അവിടെ മോശം ഉണ്ടായിട്ടല്ല, ഒരു എന്താ ഇത് കിട്ടും. പിന്നെ മാത്രമല്ല, നമ്മൾ വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും എന്തെങ്കിലും വായിച്ചു നോക്കാൻ അതൊരു ഡിസ്റ്റർബ് ആവും. ഭാര്യക്ക് സംഗീതം ഇഷ്ടമല്ല ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല, എന്നാലും ഉറങ്ങുന്ന സമയത്ത് കേട്ട് രാത്രി അസമയമായതുകൊണ്ട് മാത്രം. അതായത് അസമയത്ത് വന്ന് കയറുന്നത്. ഇതേപോലെ അസമയത്ത് വന്ന് കയറിയ ഒരു വിഷയം ഉണ്ടല്ലോ ചെറുപ്പത്തില്, മതില് ചാടി വീട്ടിലെത്തിയൊരു സമയം. അത് ഭയങ്കര രസമാണ്. അത് ഭീംസിൻ ജോഷി, കർണാട്ടിക്കലിന്റെ കിങ് ഓഫ് കിങ് ആണ്. സോറി, ഹിന്ദുസ്ഥാനിയുടെ അദ്ദേഹത്തിന് ശിഷ്യനാടിൻ്റെ ഒരു ഗാനമാണ്. നമ്മൾ നേരത്തെ പാടിയിട്ടില്ല, പാടാൻ പറ്റിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഉസ്താദ് റാഷിദ് അലി ഖാൻ മരിച്ചു. ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നടക്കുക കോഴിക്കോട് സാമൂതിരി കോളേജ് ഹൈസ്കൂളിൽ വെച്ചിട്ട് ഗ്രൗണ്ടിൽ ടിക്കറ്റ് വെച്ചിട്ട് നടക്കുന്നത്. ഏറ്റവും ചെറിയ ടിക്കറ്റ് അന്നത്തെ കാലത്ത് 25 രൂപ ഏറ്റവും ചെറിയത്. പിന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് 100 രൂപ 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പ്രോഗ്രാമാണ് കേട്ടുക. ഞാൻ ആഫ്റ്റർ ഹൗസർ ഇട്ട് നടക്കുന്ന കാലം. വയസ്സെത്രയുണ്ട്? കുറഞ്ഞ വയസ്സ് 12 ഇല്ല, 10-12 വയസ്സ്. ആഫ്റ്റർ ഹൗസർ ഇട്ട് നടക്കുന്ന പ്രായ. അപ്പോൾ ഇത് പാട്ട് കേൾക്കണമല്ലോ. അങ്ങനെ പോയ നമ്മൾ കിടക്കുക. അതിന് 25 രൂപ പോയിട്ട് 1 രൂപ എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് കേൾക്കാം. അപ്പോൾ 2 ഗേറ്റാണ് അവിടെ ഉള്ളത്, 2 വലിയ ഗേറ്റാണ്. അത് ഒന്ന് അടച്ചിട്ടിട്ടുണ്ട്, ഒന്ന് തുറന്നിട്ടുണ്ട്. അതിൽ കൂടെ ആൾക്ക് വലിയ കാറൊക്കെ വരുമ്പോൾ അങ്ങനെ പോവുക. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കുമ്പോൾ സ്കൗട്ട് കുട്ടികളുണ്ടല്ലോ, പണ്ടത്തെ സ്കൗട്ട് കുട്ടികളുണ്ട്. പിന്നെ ഒരു പിന്നെ ഒരു പോലീസുകാരനുണ്ട്. കിടക്കാൻ പോകാൻ ആട്ടുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലോറിയിൽ എന്തോ സാധനങ്ങൾ, കുറച്ച് ചെയറൊക്കെ ഇട്ടാണെന്നാ തോന്നുന്നത്, ബാക്കിലേക്കുള്ള കൊണ്ടുവരും. വലിയ ലോറി, സാറ വലിയ ലോറി, എന്നാൽ വലുതല്ല, ലോറിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ലോറി നമ്മൾ ഈ ഒരാളിത് തുറന്നിട്ട്, ഗേറ്റ് തുറന്നിട്ട് മറ്റേ ആൾ പുറത്തേക്ക് തുറന്നിട്ട് പുറത്തേക്ക് സൈഡ് കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നത്. ഞാൻ അത് ലോറിൻ്റെ സൈഡ് കൂടെ പോയിട്ട് അവിടെ പോയിട്ട് 4ാമത്തെ ചെയറിൽ പോയിരുന്നേ, ഫ്രണ്ടിലെ എല്ലാവരും നോക്കുന്നുണ്ട്. ഏതാ പയ്യൻ ആഫ്റ്റർ ഹൗസർ. അതുകൊണ്ട് മറ്റു സാധാരണ എന്താണെങ്കിൽ സ്കൂളിൽ ചാടിപ്പോയതാണോ? അല്ലല്ല, സ്കൂളിൽ ഞാൻ പറഞ്ഞ ഷിഫ്റ്റാണ്, രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ടെന്ന്. അപ്പം അപ്പോഴാണ് അറിയുന്നത്. ചാലപ്പുറം ഗണപതി സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ബോർഡ് എഴുതി വെക്കുമല്ലോ, അവിടെ സ്ഥലത്ത് ബോധി. അപ്പോൾ കണ്ടാണ് അങ്ങനെ പോയതാ. സ്കൂൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയില്ല?
വീട്ടിൽ പോയിട്ട് വന്നു എല്ലാം വരാൻ പറ്റില്ല, അടി കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേട്ട് 2 പാട്ട് കേട്ട് കേൾക്കാം, പോയിട്ട് പോകാൻ 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ എന്നിട്ട് പോകാൻ സൈഡിലൂടെ ഉള്ളിലെത്തി 4 സീറ്റിലിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പോരുന്നില്ല 4 സീറ്റ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലല്ലേ, അധികം ആൾക്കാർക്കൊന്നും വെള്ളിങ്ങനെ അങ്ങോട്ട് ഇതാക്കുന്നില്ല. 1-2 ഒരു ഫാമിലി, ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കുട്ടി എണീച്ച് പോയപ്പോൾ മെല്ലെ ഇതിൽ കൂടെ പോയി ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. ഏറ്റവും ഫ്രണ്ട് റോയിൽ ആ ഫ്രണ്ടിൽ തന്നെ. പണ്ടത്തെ കസാലയാണ്, ഏത് കസാല, മറ്റേ മരത്തിൻ്റെ കസാല, അവിടെ പോയിരുന്ന് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ ശേഷമാണ് ടൈം നോക്കുന്നത്. എല്ലാം കേട്ടിരുന്നു. ഒരു 9 മണി കഴിഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് കഴുത്ത് വെക്കും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ പോയിട്ട് ഇവിടെ നടക്കുക അവിടുന്ന് അങ്ങോട്ട്. അപ്പം അന്നത്തെ സമയത്ത് നടക്കല്ല, ഓടുകയായിരുന്നു വീട്ടിലെത്തണ്ടേ. അവിടെ എത്തി പന്നിങ്ങര വീട്ടിൽ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഫാദറും അമ്മാവനും അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മാവനെ പേടിയില്ല, ഫാദർ ഉണ്ട്. എന്താ ചെയ്യുക? അപ്പോൾ ഇപ്പുറത്തുണ്ടൊരു ഇരുമ്പിപ്പുളി എന്ന് പറഞ്ഞ മരമുണ്ട്, അതിൻ്റെ മരം ഉണ്ട് ഇങ്ങോട്ട് കിടക്കുന്നത്. അതിൻ്റെ സൈഡിലേക്ക് കൺവെയിലിന് മുകളിൽ മെല്ലെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് ചാടി കടന്ന് ഉള്ളിൽ കൂടെ പോയിട്ട് ബാക്കിൽ അതിൻ്റെ മുകളിൽ മെല്ലെ മുട്ടി അടുക്കളയുടെ മുകളിൽ മുട്ടിയപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടില്ല ഒന്നും ചെയ്യണ്ട. അപ്പോൾ അവരെ കൂടെ ഭയങ്കര സംസാരത്തിലാണ് ഉമ്മർത്ത് ഒരു നേരം പോയി എന്തൊക്കെ തിന്നാൻ തന്ന് മെല്ലെ പോയിക്കാം. മാളീൻ്റെ മുകളിൽ പോയി കിടന്നു, മെല്ലെ പോയി കിടന്നോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല ഇവനോടെ പോയെന്ന് ചോദിച്ചപ്പോൾ എത്ര നേരമായി കിടന്നുറങ്ങുന്നു. എത്ര നേരമായി വന്നിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, മുകളിൽ കിടന്നുറങ്ങായിരിക്കും. ഉമ്മേൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അടി കിട്ടും. അങ്ങനെ ഒരു കാലഘട്ടം. സംഗീതം അതിനൊക്കെ സംഗീതം തന്നെ. അതെ, ആ കാലത്ത് ഇത്ര സ്പിരിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ആ സ്പിരിറ്റ് ഡബിളായി നിലനിൽക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചിട്ട് മോശമില്ലാത്തൊരു ഹാർമോണിസ്റ്റ് ഗസൽ രംഗത്തുള്ള പല ആൾക്കാരെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് മൺമറഞ്ഞു പോയ വളരെ അടുത്തിടെ മൺമറഞ്ഞു പോയ പങ്കജ് ഉദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം എൻ്റെ സ്റ്റുഡൻറ്റ് വളരെ നന്നായി പാടുന്നതാണ്. ഭയപ്പാടുകളുണ്ട്, കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പാടുക എന്നുള്ളൊരു, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഒരാൾ മുമ്പിലിരിക്കുന്ന സിംഹം മാതിരിയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പാടാനൊരു ഭയപ്പാടുണ്ട്. എങ്കിലും അവൾ നന്നായി പാടുന്നൊരു ഗാനമാണ്. അത് അവതരിപ്പിക്കാം. റൈഹ പാടുകയാണ്. റൈഹ, വെൽക്കം റൈഹ. तेरा
സംഗീതത്തിൽ ഇനിയും ഒരുപാട് ഉയർച്ചയും ഒരുപാട് ശിഷ്യരും ഉണ്ടാവട്ടെ. നമുക്ക് ഇതുപോലുള്ള ശിഷ്യർ ഈ ചാന്ദിനി ടൈപ്പ്, ചാന്ദി ജൈസ രംഗ് തേര സോന ജൈസ. അപ്പോൾ നമുക്ക് ഇനി ഒരു പാട്ട് കൂടി കേൾക്കണം. പാട്ട് ഉമ്പായിക്കയുടെ യൂസഫ് അലി കച്ചേരി എഴുതി ഈ വരികൾ. യൂസഫ് അലി സാർ, അതെ, എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു ഗാനമാണ് അത് കേട്ടോ. സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കേ, എൻ ആശതൻ പൊൻവിളക്കേ. എന്ന പോലെ മനോഹരമായി പറയുന്നത് സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കേ, എൻ ആശതൻ പൊൻവിളക്കേ. എത്രമേൽ എത്രമേൽ വാരിളം താമര സൂര്യനെ എന്ന പോലെ, സാമര സൂര്യനെ എന്ന പോലെ. അത്രമേൽ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ. മലയും കടന്നെത്തും പൂഞ്ചോല കടലിനെ എന്ന പോലെ, പൂഞ്ചോല കടലിനെ എന്ന പോലെ. കാടും മലയും
കടന്നെത്തും പൂഞ്ചോല കടലിനെ എന്ന പോലെ പൂഞ്ചോല കടലിനെ എന്ന പോലെ ഇന്ദ്രനീലം ചാർത്തി അണയും നിശീതി ചന്ദ്രനെ എന്ന പോലെ നിശീതിനി ചന്ദ്രന് എന്ന പോലെ ഇന്ദ്രനീലം ചാർത്തി അണയു നിശീതി ചന്ദ്രന് എന്ന പോലെ നിശീതിനി ചന്ദ്രന് എന്ന പോലെ സ്നേഹിച്ചു നിന്നെ ഞാൻ പാടണം. തേനുള്ളിൽ നുരയുന്ന വേളി ശലഭത്തെ എന്ന പോലെ വേളി ശലഭത്തെ എന്ന പോലെ ഒരു തുള്ളി തേനുള്ളിൽ നുരയുന്ന വേളിപ്പൂ ശലഭത്തെ എന്ന പോലെ വേളിപ്പൂ ശലഭത്തെ എന്ന പോലെ കണ്ണീരും കണിയുമായി രാഗിണി രാധിക കണ്ണനെ എന്ന പോലെ രാധിക കണ്ണനെ എന്ന പോലെ കണ്ണീരും കൈയുമായി രാഗിണി രാധിക കണ്ണനെ എന്ന പോലെ രാധിക കണ്ണനെ എന്ന പോലെ എത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കേ ആശതൻ പൊൻവിളക്കേ എത്രമേൽ വാരിളം താമര സൂര്യനെ എന്ന പോലെ താമര സൂര്യനെ എന്ന പോലെ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ സാഹിത്യം പിന്നെ വരികളെ കൊണ്ടുള്ള ഒരു തുള്ളി തേൻ ഉള്ളിൽ നിറയുന്ന വേളിപ്പൂ ശലഭത്തെ എന്ന പോലെ ഇന്ന് ഞാൻ സ്നേഹിച്ചിരുന്നു. വേലിപ്പൂ ശലഭത്തെ എന്ന പോലെ കണ്ണീരും കയ്യുമായി രാഗിണി രാധിക കണ്ണനെ എന്ന പോലെ സങ്കല്പം രാധിക കണ്ണനെ എന്ന പോലെ. അതാണ് സാഹിത്യവും സംഗീതവും ഇനി സമ്മേളിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും ഒരുപാട് വേദികളിൽ എത്താൻ കഴിയട്ടെ, ഒരുപാട് ശിഷ്യരെ കിട്ടട്ടെ. കോഴിക്കോട് ഉമ്പായി എന്നുള്ള പേര് അന്വർത്ഥമാവട്ടെ. അയ്യോ നന്ദി. ഈ നന്ദി ഞാനാണ് പറയേണ്ടത് നിങ്ങളോട്. കാരണം അവരോ ഇത്രയും നല്ലൊരു എന്താ പറയുക സൗണ്ട് സിസ്റ്റം, ഇത്രയും നല്ല സൗകര്യം, ഇത്രയും നല്ലൊരു എക്യുപ്മെന്റ്സ്, എൻ്റെ ഏറ്റവും നല്ലൊരു ആങ്കർ തന്നെ എന്നെ പറഞ്ഞോട്ടേന്. കാരണം സംഗീതം മനസ്സ് കൊണ്ടെടുക്കുന്ന, തബല വായിക്കുന്ന, കുറേശ്ശെ പാടുന്ന ഒരു ആങ്കറെ ഇങ്ങനെ ഒരു ഇതായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം നീണ്ടുപോയതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ ഇന്ററാക്ഷൻസിന്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും നന്ദി. മാത്രമല്ല എനിക്ക് ഈ ഇതിന് പ്രചോദനം
എൻ്റെ സ്റ്റുഡൻസാണ്. ആ ഇങ്ങനൊരു ഇത് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടല്ലോ, അതെൻ്റെ സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസിന് അമ്പിളിക്കും അമ്പിളി, റിഹയ്ക്കും റൈഹ, സമയ്ക്കും അതെ, റീജിയണൽ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഉത്തരോത്തരം വളരാനുള്ള ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും നേരുന്നു. ഓക്കെ.